പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കറണ്ട് അഫയേഴ്സ് ചോദ്യത്തിൻ്റെ 6ാമത്തെ ക്ലാസ്സാണിത്. ഇതിനു മുമ്പുള്ള വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് കാണാൻ ശ്രമിക്കുക. ഇതിലുള്ള ഏതെങ്കിലും ഒരു ഇൻഫർമേഷൻ എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. നമുക്കത് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റാണ് GSLV മാർക്ക് 2 F-12. ശ്രീഹരിക്കോട്ടയിൽ നിന്നും ഇന്ത്യയുടെ ഗതി നിർണയ ഉപഗ്രഹമായ NVS-1 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച റോക്കറ്റ് GSLV മാർക്ക് 2 F-12. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക് OM. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക് OM. mRNA വാക്സിനാണ് ജെംകോവാക്. ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിൻ ജെംകോവാക്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഒമിക്രോണിനെതിരെയുള്ള ആദ്യത്തെ mRNA വാക്സിനാണ് ജെംകോവാക് OM. ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ. ലോകത്തിലെ ആദ്യത്തെ AI ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ബ്രിട്ടൻ. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ അറബ് വനിത റയാന അൽ ബർനാവി. ബഹിരാകാശത്ത് എത്തിയ ആദ്യത്തെ അറബ് വനിത റയാന അൽ ബർനാവി സൗദി അറേബ്യയിലെ വനിതയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറായ ChatGPTയുടെ സ്രഷ്ടാവ് സാം ഓൾട്ട്മാൻ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറായ ChatGPTയുടെ സ്രഷ്ടാവ് സാം ഓൾട്ട്മാൻ. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്. വാണിജ്യ അടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായി പൂർത്തിയാക്കിയ സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്. അടുത്ത ചോദ്യം. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേരാണ് യൂക്ലിഡ്. പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി സ്പേസ് എക്സിൻ്റെ ഫാൽക്കൺ 9 ബഹിരാകാശത്തേക്ക് പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൂരദർശിനിയുടെ പേര് യൂക്ലിഡ്. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യമാണ് ലൂണ 25. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചന്ദ്രദൗത്യം ലൂണ 25. ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പാണ് ത്രെഡ്സ്. ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ത്രെഡ്സ്. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. മീഥേൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ചൈന. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചെഷ്മ 5. ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചെഷ്മ 5 ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ്. പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. പൂർണ്ണമായും എത്തനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ. ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ. ചന്ദ്രയാൻ 3ൻ്റെ പ്രോജക്റ്റ് ഡയറക്ടർ പി വീരമുത്തുവേൽ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമാണ് ഇന്ത്യ. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡ് ചെയ്തത്. ചന്ദ്രയാൻ 3ൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനിലെ പ്രദേശത്തിന് നൽകിയ പേരാണ് ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റിലാണ് ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് ചെയ്തത്. ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROയ്ക്ക് ലഭിച്ച ആദ്യ സന്ദേശമാണ് ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി.
ചന്ദ്രയാൻ 3 പേടകത്തിൽ നിന്ന് ISROക്ക് ലഭിച്ച ആദ്യ സന്ദേശം ഐ ആം ഫീലിംഗ് ലൂണാർ ഗ്രാവിറ്റി. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. ഊർജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡിന് അർഹനായ മലയാളിയാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരിക ലിസ. ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക AI വാർത്താ അവതാരികയാണ് ലിസ. വാർത്താ ചാനലായ ഒഡീഷ TVയാണ് ലിസയെ അവതരിപ്പിച്ചത്. ഒഡീഷ TVയാണ് ലിസയെ അവതരിപ്പിച്ചത്. ഇന്ത്യക്ക് പുറത്തുള്ള ആദ്യ IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയ. ടാൻസാനിയയിലാണ് ഇന്ത്യക്ക് പുറത്ത് IIT ക്യാമ്പസ് സ്ഥാപിതമാകുന്നത്. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയുടെ ആദ്യ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പദ്ധതി നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറുടെ പേരാണ് ബിയാട്രിസ്. ലണ്ടനിലെ ഓട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടീച്ചറുടെ പേരാണ് ബിയാട്രിസ്. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ISROയുടെ ആദ്യ ഗഗൻയാൻ ദൗത്യത്തിൽ ബഹിരാകാശ യാത്രികർക്ക് പകരം പോകുന്ന പകുതി മനുഷ്യരൂപമുള്ള റോബോട്ടാണ് വ്യോമമിത്ര. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യം മത്തി. ജനിതക ഘടന കണ്ടെത്തപ്പെട്ട ഇന്ത്യയിലെ ആദ്യ കടൽ മത്സ്യമാണ് മത്തി. ഇന്ത്യയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹൻഡൻ ഇ ഉദ്വാഡിയ. ഇന്ത്യയിലെ താക്കോൽദ്വാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെഹൻഡൻ ഇ ഉദ്വാഡിയ. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനമാണ് നാവിക്. iPhone 15 Pro, 15 Pro Max എന്നീ മോഡലുകളിൽ ISRO വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക്. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് Amaze 28. 3D പ്രിന്റിംഗ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാണ് Amaze 28. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. 2023 ആഗോള AI ഉച്ചകോടിയുടെ വേദി ഇന്ത്യ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ. ലേസർ അധിഷ്ഠിത അയൺ ബീം മിസൈൽ പ്രതിരോധ സംവിധാനം അടുത്തിടെ പരീക്ഷിച്ച രാജ്യം ഇസ്രായേൽ. ഇന്റർനെറ്റിന്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. ഇന്റർനെറ്റിന്റെ അമിതോപയോഗത്തിൽ നിന്നും കുട്ടികളെയും മുതിർന്നവരെയും മോചിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആരംഭിച്ച ക്ലിനിക്കാണ് ഇമോജൻ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിനിമ ഏത്? മോണിക്ക ആൻഡ് AI സ്റ്റോറി. മോണിക്ക ആൻഡ് AI സ്റ്റോറി. ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിലുണ്ടായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.